ഹലോ ഗൈസ്, വാട്സാപ്പ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു നല്ലൊരു ദിവസമാവട്ടെ എന്ന് എല്ലാവരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ദിവസമാണ്. ഫ്രൈഡേ ദിവസം ഹാഫ് ഡ്യൂട്ടിയേ ഉള്ളൂ എനിക്ക്. ദിവസത്തെ ബില്ലൊക്കെ കയ്യിരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇനി ഡ്യൂട്ടിയൊന്നുമില്ല, ഫ്രീ ആണ്. ഫ്രൈഡേ അല്ലേ, അപ്പം ഇന്ന് നല്ല ഒരുപാട് സമയമുണ്ട്. ഞാൻ വിചാരിച്ച് രാവിലെ പോയിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചൊരു 1 മണിയൊക്കെ ആകുമ്പോൾ ഒരു 12 ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 12 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഒരു 12:30 ആവും പിന്നെ തിരിച്ചു വരാം. പിന്നെ ഈ സാധനം വാങ്ങാൻ പോക്കൊന്നും നടക്കില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീക്കെൻഡിൽ നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ രാവിലെ ഇറങ്ങി ഫ്രഷായി എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ പോയി സാധനങ്ങളും വാങ്ങിച്ച് അതേപോലെ നമുക്ക് ഇനി ഓഫീസിലും പോകണം, കുറച്ച് പണിയും കൂടിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി മദീനയിലേക്ക് പോയിട്ട് കുറച്ച് ബിരിയാണിക്കുള്ള സാധനം വാങ്ങാം, ചിക്കനും റൈസും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായി. പിന്നെ രാവിലെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് വീക്കെൻഡിൽ ബാച്ചിലേഴ്സിൻ്റെ ഒരു ബിരിയാണി, അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ആവട്ടെ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ സുഹൃത്തുക്കളെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ ഞാൻ മദീനയിൽ പോയി. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബിരിയാണിക്കുള്ള ആയിരിക്കണണ്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ വാങ്ങിച്ച് റൈസൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. റൂമിലേക്ക് പോയിട്ട് നമുക്കിത് സെറ്റാക്കാം ഗൈസ്. അങ്ങനെ ഞാൻ റൂമിലെത്തി. പിന്നെ റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറി കിച്ചണിൽ വന്ന് നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, ഞാൻ എന്ത് ചെയ്തെന്നോ, ചിക്കൻ ആദ്യം കഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ നെല്ലറയുടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ള. ഇത് നമുക്കൊരു അരി ഒന്ന് സെറ്റാക്കിയാണ്. അരിയിൽ കുറച്ച് പരിപാടിയുണ്ട്, നമുക്ക് സെറ്റാക്കി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഒടി ഒരു 2.5 കപ്പ് റൈസിലാണ്. രണ്ടര കപ്പ് റൈസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കഴുകി അരി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തോന്നോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിവിടെ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരി ഒന്നും ഒട്ടിപ്പിടിക്കാനൊന്നുമില്ല എന്നാണ് ഞാൻ പറയാനായിട്ടുള്ളത്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ട് വരാം. അളവിന് ഒന്നുമില്ല, സ്ഥലത്തുള്ള അടപ്പ് വെച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുക കുറച്ച്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ചിരിക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ മസാലയ്ക്കുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ റൈസ് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ചിക്കൻ്റെ മസാലയ്ക്കുള്ള റെഡിയാക്കണം. അതിന് പൊടികളൊക്കെ സെറ്റാക്കിയിട്ട് ഇത് കുറച്ച് നോക്കി മസാല ഞാൻ
ചിക്കനുള്ള മസാല താണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി താണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് മൂപ്പിച്ച മറ്റേ കുറച്ച് മസാല പട്ടയും അത് ഗ്രാമ്പൂക്കെ ഇട്ട അതിൻ്റെ കുറച്ച് അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്ത് ലേശം നമുക്ക് തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ലേശം തൈര് കൊടുക്കുക. പിന്നെ മെയിൻ സാധനം നമ്മൾ ഇട്ടിട്ടില്ല, ഏതാ ഇട്ടില്ല, ഉപ്പ് അതിൽ ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് ചിക്കൻ അതിലിട്ടാ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വൃത്തി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനെന്ത് ചെയ്തെന്നോ, ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കിയില്ലേ, എന്നിട്ട് ഞാനിതിൽ കുറച്ച് പുതിന ഇലയും പിന്നെ നമ്മുടെ മല്ലി ഇലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. പിന്നെ ഞാൻ റൈസിനുള്ള എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം, ബാക്കിയുള്ള സാധനങ്ങൾ ഇടുക. റൈസിനുള്ളതിന് ഞാൻ ഇത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. സെറ്റ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി കഴിഞ്ഞ് വെള്ളം ഒഴിക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, വേറെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ റെഡിയാവും. ഗായ്സ് അങ്ങനെ നമ്മുടെ നമ്മളെ റൈസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് അതിനുള്ള മസാലയെല്ലാം റെഡിയാക്കാം ഗൈസ്. ഞാൻ ഇതൊക്കെ ഒന്ന് ഊറ്റി സെറ്റാക്കാം ഗൈസ്. അങ്ങനെ ഒരു സെറ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഫ്രൈ ആയിട്ടിട്ടുണ്ട്. ചോറ് നമ്മൾ ഊറ്റിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒന്ന് നമ്മൾ സവാള ഒന്ന് മൂപ്പിച്ചെടുത്തതും ഉണ്ട് കേട്ടോ. അപ്പം അതുവരെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനിയും ഉണ്ട് പണി. ബിരിയാണി ഉണ്ടാക്കണം എനിക്കല്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിരിയാണി എല്ലാം റെഡിയാക്കി ചിക്കനൊക്കെ സെറ്റാക്കി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കഴിക്കുന്നത് എങ്ങനെയെന്ന്. നിങ്ങൾക്കിത് ഈ റെസിപ്പി അറിയണമെങ്കിൽ നിങ്ങൾ എന്നോടത് പറയുക, ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഫുള്ള് റെസിപ്പി നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യത്തുള്ളൂ. മസാല ഇടുന്നതും റൈസ് ഇടുന്നതും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ കഴിക്കുന്ന മാത്രമേ നിങ്ങളെ കാണിക്കുള്ളൂ സുഹൃത്തുക്കളെ. അതെങ്ങനെയുണ്ട്? അപ്പം നമുക്ക് നേരെ ഇനി കഴിക്കണ ഫുഡെല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളെ കാണിക്കാം ഗായ്സ്. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഞാൻ ബിരിയാണി ദമ്മിട്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ കണ്ടോ? ബിരിയാണി ഉണ്ടാക്കുന്ന എളുപ്പമല്ല. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. പകുതി ഞാൻ തളർന്നു. ചൂടല്ലേ ഭയങ്കര. ബിരിയാണി ഉണ്ടാക്കി ദമ്മിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനി കഴിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഒന്നും നടന്നില്ലേ, പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ലേ. ഇപ്പം ഞാൻ ഇനി കഴിക്കാൻ നേരത്തെ ഞാൻ വരാം. ഓക്കെ. എന്ത് ചൂടാ, മനുഷ്യൻ ചത്തുപോയേ ഉള്ളു ഗായ്സ്. നമ്മളങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് അവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ്.
ഗൈസ് അങ്ങനെ നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ടുണ്ട്. പന്ത്രണ്ട് മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്, 3:30ക്കാണ് തീർന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്, ക്ഷമയില്ല, വിശന്നു വയ്യ ഗൈസ്. അങ്ങനെ ഞാൻ കഴിച്ചു, ഒരു രക്ഷയില്ല, പൊള്ളിയായിരുന്നു, നല്ലൊരു ബിരിയാണി. ഫുള്ള് ഇനിയിപ്പോൾ എല്ല് മാത്രമേ ഉള്ളൂ, ഫുള്ള് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, വിവേകനെ കൊണ്ടായിരുന്നു. പിന്നെ വേണ്ടും പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു, നീ പണി പഠിച്ചെന്നൊക്കെ ആളങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഫുഡും കഴിച്ച് 1000 വെത്തിനി പോയി കിടന്നങ്ങുറങ്ങുക. അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും തന്നെയല്ലേ. നല്ലൊരു ബിരിയാണി കഴിക്കുക, നല്ലൊരു ബെഡ് കിട്ടുക, കിടന്നങ്ങുറങ്ങുക, അത് വേറൊരു അനുഭവം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക. അതുവരെ വീണ്ടും സന്ധിക്കും, വണക്കം, ബായ്.